എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 85-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. പുണ്ടരീകാക്ഷന്റെ രൂപം നനച്ചപ്പോൾ തന്നെ മുന്നിലായി വിണ്ണിൽ നിന്നെത്തുന്ന വണ്ണമാർന്നോരു നീർധാരയും കണ്ടതേ. തിണ്ണം ആ ബ്രാഹ്മണൻ കുംഭവും നീട്ടിനാൻ തിണ്ണത്തിലക്കുടം ഖണ്ഡമായി തീർന്നതേ. ഒന്നല്ല 10 മൺകുടം തിണ്ണത്തിൽ മണ്ണിൽ പതിഞ്ഞതു കണ്ടുടൻ എണ്ണമറ്റുള്ളവും 100 ഖണ്ഡമായി ദണ്ഡവും ഏറ്റം വളർന്നതേ. ശക്തിയായി ശാസ്താവൻ മന്ത്രം നവാക്ഷരി, ഭക്തിയായി ഭൂസുരൻ അപ്പോൾ ജപിച്ചുതേ. ഭക്തപ്രിയൻ ഭവഭഞ്ജനനീശ്വരൻ, ഭക്തിയാൽ സന്തുഷ്ടനാകും പരമേശൻ. ചിത്തതന്ത്രം പൂണ്ട ഭൂസുരൻ മുന്നിലായി ഒരു അത്ഭുതം ദൃശ്യമായി തീർത്താൻ വരപ്രദൻ. ഖണ്ഡിച്ചു വീണതാം കുംഭഖണ്ഡങ്ങളാൽ ഇമ്പമായാടി വിലയും വലുതായി. ചേതോ വിമോഹനമായ നളിനമ്പോൾ രൂപമാർന്നുള്ളതാം താമര കൂപത്തെ ചേതോമയൻ നിജലീലാവിലാസേന സാധുശീലൻ തന്നെ കാട്ടി കുതൂഹലാൽ. നീലാരവിന്ദാഭ ചേർന്നു വിളങ്ങുന്ന ചാരുവാൻ താമര ഗർത്തത്തിൽ അജ്ജലം ജാലവേലോലമായ ഓളങ്ങളെ കൊണ്ട് ചാരുശീലൻ മനമേറെ കുളിർപ്പിച്ച നേരത്തെ താരക മന്ത്രം മുഴക്കിയും താപസി മാതാവിൻ വാണിയും ഓർത്തു മുതാ രാഗഭാവത്തോട താമര കൂപത്തിൽ നീരാടി ആനന്ദ പൂമതു കൊള്ളുകയും. നിർജ്ജരേന്ദ്രൻ നിജ മുന്നിലായി നോക്കുമ്പോൾ നിഷ്ഠുരമായുള്ള കാഴ്ചകൾ കണ്ടുതേ. 100 താമസപക്ഷികൾ മേനിയിൽ നിന്നും ഉയർന്നു പോകുന്നതും വേഗം അവകൾ ചിറകുകരിഞ്ഞതു ഭൂമിയിൽ ചത്തു മരച്ചു വീഴുന്നതും കണ്ടുടൻ ഇണ്ടലും പേടിയും പൂണ്ടവൻ തണ്ടാർശരാരി സുതനെയും ചിന്തിച്ചാൻ. താമസമെന്നെ ബ്രാഹ്മണൻ കേട്ടതേ. ചേതോ വിമോഹനമായൊരു വാണിയും അന്തണൻ സംഭ്രമത്തോട് കണ്ണും പൂട്ടി ആത്മസ്വരൂപനെ ഉള്ളമേറ്റിയിടിനാൻ. അപ്പോഴതമ്പരെ നിന്നതി മോദേന കൽപ്പക പൂമാരി ദേവകൾ തൂകിനാർ. വിപ്രോത്തമാധവ മുൻജന്മ പാപങ്ങൾ ഇപ്പോൾ ഖഗങ്ങളായി ചത്തു പതിക്കുന്നു. എങ്കിലും നിന്നുടെ പുണ്യകർമ്മങ്ങളാൽ പങ്കങ്ങളെല്ലാം അകന്നു പോയി ഭൂസുര. ഏവമ ശരീരി കേൾക്കുകയും ഭൂസുരൻ ദേവനെ മാനസൻ തന്നിൽ നനയ്ക്കുകയും. മാനിയാമന്ത്രൻ ധീരനായി പിന്നെയും ധീരനിവാരണൻ തന്നെ നനയ്ക്കുമ്പോൾ ആർത്തി നിവാരണൻ അയ്യപ്പസ്വാമീൻ പേർത്തതി കോമള രൂപിയാം ബാലനായി. ബാലശാസ്താവായി ലീലാസ്വരൂപനായി ചാലവേ മുന്നിൽ വിളങ്ങി നിന്നിടിനാൻ. ഇന്ദീവരതള ശ്യാമള കോമളൻ ഗന്ധർപ്പകൂടി സമാന കളേബരൻ മന്ദാരമാല്യം ധരിച്ചു വിളങ്ങുന്ന സുന്ദരരൂപനെ കണ്ടതീ വിസ്മയം. ശംഖചക്രങ്ങൾ ചുരികചൂരക്കോലും ചാരുവാവിച്ചു കോദണ്ഡ ബാണങ്ങളും വൻകലിക്കന്തകനാൻ നേത്രങ്ങളും പൂണ്ട സുന്ദരരൂപനെ കണ്ടതീ വിസ്മയം. ഏണാംഗബിംബ സമാന മുഖത്തോടും കാരുണ്യ പീയൂഷ നീല നേത്രത്തോടും കാരുണ്യക്കേദാരനാഥനായി സുന്ദര ബാലശാസ്താവിനെ കണ്ടതീ വിസ്മയം. എള്ളിൻ സുമം മണ്ടിയോടുന്ന നാസിക പൊൻകനിക്കും അധരാഭയും ചേർന്ന കുങ്കുമശോഭിതൻ ബാലനെ കണ്ടുടൻ പങ്കഹീനൻ മുതാസക്തനായി മുക്തനായി. സങ്കടം പോക്കുവാൻ ഭൂമു നമിച്ചുടൻ പങ്കജലോചനൻ തന്നെ വിചാരിച്ചാൻ. ആനന്ദ നേത്രാബ്ജുവാലോലെ വാർക്കുകയും പാതാരവിന്ദാപമെല്ലത്തഴുകയും പുരുഷ സൂക്തേനാദ്യം ഭജിക്കുകയും പ്രീതിപൂർവ്വം രുദ്രസൂക്തം ജപിക്കുകയും നന്ദാമഹേത്യാദി മന്ത്രം ജപിക്കുകയും പിന്നെ ഭഗവാന്റെ നാമസഹസ്രവും ഭവ്യനായി വേഭതോ പൂണ്ടിടം ചൊല്ലുന്ന ദിവ്യന്റെ മൊഴിയിൽ കൈതേർത്ത ദേവനും. മെല്ലവേ സുന്ദരമായൊരുളിയിടിനാൻ മുല്ലവിലോചനാകും പുരമ്പൊരുൾ ഭക്തോത്തമാനിൽ മാം പ്രസാദിച്ചുതേ. ശക്തിയോടോദരോ നിന്നുടെ വാഞ്ചിതം ഭക്തർക്ക് ദാസനായി നിത്യനാം എന്നുടെ ചിത്തത്തിൽ നീ വിന്നെത്തി മഹാമതേ. ചിത്താഭിലാഷങ്ങളൊക്കെയും ഭൂസുരാസക്തനായി ഞാനും കനിഞ്ഞുകൊണ്ടിടുന്നൻ. തത്വം പിറന്നുള്ള ജന്മങ്ങൾ ലക്ഷ്യവും എത്തിയെന്നാലും അവർക്കെളുതാവില്ല. അത്തരന്യേ മമ ദർശനമാളുവാൻ ഭക്തോത്തമാ ഇത് സത്യമെന്നോതിരാം. ഭഗവത് അനുഗ്രഹം. ലോകങ്ങളെല്ലാം വിളങ്ങും ഭഗവാന്റെ തേജസ്സിൽ മുങ്ങിക്കുളിക്കും വിജയനും മെല്ലവേ താണതൊഴു നമസ്കരിച്ചല്ലൽ പോയിടുവാൻ ഓതിനാൻ മെല്ലവേ. പൂർണ്ണചന്ദ്രാനനാകാരുണ്യവാരിതേ പൂർണ്ണമാവാത്തതാം എന്നുടെ ആഗ്രഹം പൂർണ്ണാധികാരിയാം അങ്ങോ കനിയിൽ പൂർണ്ണമായി വന്നിടും ദേവാനയാനിതേ. മണ്ണിൽ വിത്തവാനായി ഇന്ദുജനായി ഇന്ദ്രനം പിറന്നുവെന്നാകിലും ദൈവമേ വണ്ണത്തിലുള്ളതാം പുത്രശോകത്തിനാൽ അർണോജനേത്ര ദഹിച്ചിടുന്നേനഹം. കർമ്മദോഷം മൂലം പുത്രനിലായികേൽ കർമ്മസാക്ഷി ഭവാൻ പുത്രനായ മേവയിൽ ജന്മസാഫല്യങ്ങളും മുതാ വന്നിടും നിർമ്മല നിന്നോടപേക്ഷ ചൊല്ലിയിടുന്നേൻ. ഇന്ന് മത്പുത്രഭാവത്തിൽ ഭവാനഹോ ധന്യനായി വന്നെന്നെ രക്ഷിച്ചു കൊള്ളയിടമേ. വന്ദേ മഹാഭൂതനായക ദൈവമേ, വന്ദേ ജഗന്മയ മുക്ത വിലോചന, വന്ദേ ഭവത്പാദദാസനാം എന്നെ നീ ചിന്മയാ നന്നായി അനുഗ്രഹിക്കണമേ. ലോകമെല്ലാത്തിനും നാഥനാം ദൈവമേ, ഖേദമെല്ലാം മമ നീക്കിയിടു സന്തതം. ലോകാതിലോകേശ ദൈവമേ, എന്നെ നീ ശോകാതി നീക്കി തുണച്ചു കൊള്ളണമേ. പുത്രാർത്ഥിയാ മഹാബ്രാഹ്മണ സത്തമൻ ഭക്ത്യായുധം ചൊല്ലി വാഴ്ത്തുന്ന ശാന്തരേ.
ഭക്തൻ വിജയനോട് എത്രയും മോദേന മുക്ത വിലോചനുണ്ടാനും അരുൾ ചെയ്താൻ. അഗ്രജന്മാവേ, ഭവാനുടെ ഭക്തി കണ്ട് എത്രയും തൃപ്തനായിടുന്നുവെങ്കിലും പുത്രരെ നൽകിടാം ഇജ്ജന്മനി. ഭവാൻ അത്രയെല്ലാം പോക്കി ആനന്ദമാർന്നിടാൻ. അന്യജന്മത്തിങ്കൽ പുത്രഭാവേന ഞാൻ വന്നിടും ഭൂസുരാമംഗളമാർന്നിടോ തൃപ്തനായി. അന്ന് നിൻ ജന്മങ്ങളും തീരും മുക്തനായി പദമൻപോട് ചേർന്നിടാം. സന്തതി സമ്പത്ത് സൗഭാഗ്യ സ്ത്രീകളാൽ അന്ധനായി ജന്മനി. ഭവാൻ വാഴുകടോ ശുദ്ധനാം നീയുമേ. തീർത്ഥത്തിൽ തർപ്പണം ഭക്തിയാ നിലച്ചത് മൂലമായി നിന്നുടെ അത്തെല്ലാം പോയിട്ട് ഉത്തമ ശ്രേണിയിൽ സത്യമായി നിന്നെ ഇരുത്തിയിടുന്ന നേഹം. ഇമ്മഹാതീർത്ഥത്തിൻ ശക്തിയെല്ലാം ചെമ്മേ ഇമ്മഹീലോകർക്കറിയുവാൻ സംഗതി കന്മഷമേറുന്ന കാലങ്കൽ ഇതെന്നിൽ നിർമ്മായമായി ഞാൻ കൈവരുത്തിയിടുമേ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.